ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ടോപ്പിക്കാണ്. അതായത് എനിക്കിങ്ങനെ ഒരു ട്യൂഷൻസും അതുപോലെ ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് എനിക്കൊരു കുട്ടി എന്നോട് ഇങ്ങനെ സംശയം ചോദിച്ചതാണ്. ഇപ്പം നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് സൈലന്റ് വേർഡ്സ് ഉണ്ട്, ഡബിൾ മീനിങ് വരുന്ന വേർഡ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഒരേ പ്രൊനൗൺസിയേഷൻ ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് മീനിങ് ആയിരിക്കും. അതേപോലെ തന്നെ സൈലന്റ് വേർഡ്സ് വരുന്നുണ്ട്, നമ്മുടെ ഒരു ലെറ്റർ സൈലന്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെ എങ്ങനെയാ നമുക്ക് മനസ്സിലാവുക, എങ്ങനെയൊക്കെയാ നമുക്കത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആ കുട്ടി എന്നോട് സംശയം ചോദിച്ചിരുന്നത്. പക്ഷെ അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പലർക്കും ഇങ്ങനെയുള്ളൊരു സംശയം ഉണ്ടായിരിക്കും. എങ്ങനെയായിരിക്കും ഇതുവരെ ഈ വേർഡ് എന്തുകൊണ്ടാണ് ഇത്ര സൈലന്റ് ആയി പോയത്? അങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് കുറെ വേർഡ്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ വേർഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ കുറച്ചൊക്കെ സൈലന്റ് വേർഡ്സും ഉണ്ട്. നമുക്ക് സൈലന്റ് ആവശ്യം അത് പ്രൊനൗൺസ് ചെയ്യത്തില്ല, പക്ഷെ എഴുതുമ്പോൾ നമ്മൾ ആ വേർഡ് എഴുതാനായിട്ട് നോക്കും. പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ പലരും ആ വേർഡ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ ഉദാഹരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നൈറ്റ് എന്ന് പറയാണ്. നൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാത്രി നൈറ്റ്, പക്ഷെ വേറെ നൈറ്റ് മുന്നേ KNIGHT എന്ന് പറയും. അപ്പൊ നമ്മൾ കെ അവിടെ സൈലന്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നു. അപ്പൊ കെ നമ്മൾ അത് ഒരിക്കലും വേർഡിലോട്ട് പ്രൊനൗൺസ് ചെയ്യത്തില്ല, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ കെ എഴുതും. പക്ഷെ പലരും അത് കെ എഴുതാനായിട്ട് വിട്ടുപോകുന്നവരുണ്ട്. അത് എഴുതത്തില്ല. ഇപ്പൊ നൈഫ് നൈഫ് എന്ന് പറയുമ്പോൾ KNIFE ആണ്, ശരിക്കും അത് എഴുതുമ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നു, പക്ഷെ നമ്മൾ പറയുമ്പോൾ നൈഫ് എന്നാ പറയാ. പക്ഷെ കെ അവരെ വിട്ടുപോകുന്നുണ്ട്. അത് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സൈലന്റ് വേർഡ്സ് ആണെങ്കിലും അത് പറയത്തില്ല, അല്ലെങ്കിൽ വിട്ടു. എനിക്ക് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ ഐലാൻഡ് എന്ന് പറയുമ്പോൾ ഐസ്ലാൻഡ്, നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ ഒക്കെ നമ്മൾ എടുത്ത് അതെന്താണോ എഴുതിയിരിക്കുന്നത് അത് തന്നെ എടുത്ത് പ്രൊനൗൺസ് ചെയ്യുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് പറയാനുള്ളത് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസിയേഷൻ പഠിക്കാനുള്ളതാണ്. ഇപ്പൊ കൊച്ചുകുട്ടികളാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ അവരെ ട്രെയിൻ ചെയ്യിക്കണം നല്ലപോലെ. കാരണം അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമുക്ക് സൈലന്റ് വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ, ഇതൊക്കെ സൈലന്റ് ആയിട്ട് വരുന്ന വേർഡ്സ്. ഇപ്പൊ പുറത്ത് പഠിക്കുന്ന കുട്ടികൾ എസ്പെഷ്യലി ഞാൻ എടുത്ത് പറയാണ്, പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർ ഈസിലി അത് ക്യാച്ചപ്പ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ അവര് കുട്ടികളോട് സംസാരിക്കുന്നത്, പിന്നെ ടീച്ചേഴ്സ്മാർ ക്ലാസ് എടുക്കുന്നതൊക്കെ ആ രീതിക്കായിരിക്കും. ഇപ്പൊ നമ്മുടെ കേരളത്തിലാണ് കുറെ പ്രശ്നങ്ങൾ ഞാൻ കണ്ടുവന്നത്. കേരളത്തിലെ സ്റ്റുഡൻസിനാണ് ഇഷ്ടംപോലെ പ്രശ്നമുള്ളത്. കാരണം വെച്ചാൽ ഇങ്ങനെ അറിയാത്ത മിസ്റ്റേക്സ്, അപ്പോൾ ഒരു വേർഡ് വരുമ്പോൾ അതെങ്ങനെ വരും, അതിന്റെ ഏതാണ് സൈലന്റ് വേർഡ്സ്, അങ്ങനെയൊന്നും അറിയാത്ത ഇഷ്ടം പോലെ കുട്ടികളും ഉണ്ടെന്ന് എനിക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലാണ് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ബാംഗ്ലൂരിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. ഓരോരുത്തർ വിടുമ്പോ ഇപ്പൊ നമ്മൾ LKG UKG വിടുമ്പോ തന്നെ അവർ ഇംഗ്ലീഷാണ് ചിലപ്പോഴാണ് വായിലോട്ട് വരിക, പറയുക, എഴുതുക, കുറെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് കുട്ടികൾ. അപ്പൊ സ്കൂളിൽ അതുപോലെ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരള സിലബസ് അവർ ജസ്റ്റ് പറഞ്ഞു പോകത്തില്ല എന്തുവാ ഏതാന്നുള്ളത്. കുട്ടികൾക്ക് അത് കുറച്ചും കൂടി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാന്ന്. അപ്പൊ അവർ സംസാരിക്കുമ്പോൾ അവർ എഴുതുമ്പോൾ ഒക്കെ അവർക്ക് നല്ലോണം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ. നമ്മൾ ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ സൈലന്റ് വേർഡ്സ് നല്ലപോലെ ശ്രദ്ധിക്കണം, ഫോക്കസ് ചെയ്യണം. ഏതൊക്കെ വേർഡ്സ് സൈലന്റ് ആയിട്ട് വരുന്നുണ്ട്, നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം, എഴുതുമ്പോൾ ഏതാണ് എഴുതേണ്ടത്, ഏതാ അവിടെ സൈലന്റ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇവൻ തോന്നുന്നു നമുക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ മാത്രമാണ് നമുക്കൊരു വേർഡ് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ പോലെ തന്നെ ഹോമോഫോൺസ്. ഹോമോഫോൺസ് എന്ന് വെച്ചാൽ വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഇംഗ്ലീഷിൽ ഒരു വേർഡ് തന്നെ ഡബിൾ ത്രിബിൾ മീനിങ്ങും പിന്നെ അതിന്റെ സ്പെല്ലിങ്ങും ഒക്കെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമുക്ക് ഒരു ഒരു വേർഡ് ആണെങ്കിൽ നമ്മൾ ഒരു വട്ടമാണ് പ്രൊനൗൺസ് ചെയ്യുക, പ്രൊനൗൺസിയേഷൻ സെയിം ആയിരിക്കും. ഇപ്പൊ നമ്മൾ ടു എന്ന് പറയുകയാണെങ്കിൽ TWO ഉണ്ട്, TOO ഉണ്ട്, TOU ഉണ്ട്. അങ്ങനെ 3 വേർഡ്സ് വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഏത് എഴുതണം എന്നുള്ളത്. പിന്നെ നമുക്ക് TWO2 എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ ആണെന്ന് മാത്രം ഇതിന്റെ കേസ് അറിയാം. ഇപ്പൊ TO2 ഉണ്ട്, TOO ഉണ്ട്. നമ്മളത് എങ്ങനെ എഴുതുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവത്തില്ല, ഇതെങ്ങനെ എഴുതണം, ഇതെങ്ങനെ എഴുതേണ്ടത്, ഇത് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോഴാണ് അവർക്ക് ആ ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ അവർക്ക് നല്ലതുപോലെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്കത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് അവർക്കത് പറ്റണം. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ഹോമോഫോൺസ്, അത് ഏത് വേർഡ്സ് ഏത് സമയത്ത് യൂസ് ചെയ്യണം, ഏത് മീനിങ് വെച്ചിട്ടാണ് അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. എങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് ഇപ്പോഴേ നമ്മളെ ശീലിപ്പിച്ചാലാണ് അവർക്ക് ഭാവിയിലായാലും നല്ല രീതിയിൽ പ്രൊനൗൺസിയേഷൻ കിട്ടുള്ളൂ. പിന്നെ അതിന്റെ മീനിങ് അറിഞ്ഞ് അവർക്ക് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ, എഴുതാനും പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചോളാ. ഈ സൈലന്റ് വേർഡ്സും ഹോമോഫോൺസും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പ്രൊനൗൺസിയേഷൻ തന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളൊക്കെ പലതും നമ്മളിപ്പോ പഠിപ്പിക്കുമ്പോൾ അവരെ ഇംഗ്ലീഷ് വായിക്കാനായിട്ട് പഠിപ്പിക്കും. ഈവൻ ഞാൻ ഇപ്പൊ എടുത്തു പറയുന്നത് കേരള സ്റ്റേറ്റിലെ സിലബസിലുള്ള കുട്ടികളാണ്. സോ അവർക്ക് ഇങ്ങനെ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ട്യൂഷൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് കുട്ടി വായിക്കുമ്പം അതിനറിയത്തില്ല അതെന്തോ എന്ത് വേർഡാന്ന് അറിയത്തില്ല, പക്ഷെ അത് ഇഷ്ടം വരുന്ന വേർഡ് സ്പെല്ലിംഗ് ആണ് അത് പറഞ്ഞു പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ അത് കറക്റ്റ് ചെയ്ത് പോവുക.
കുട്ടികൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ടും ക്യാപ്ചർ ചെയ്യാനായിട്ടും പറ്റണം. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ സിലബസ് ആകുമ്പോൾ ആരും തന്നെ ഇംഗ്ലീഷിൽ പറയാനോ അതിനെ പറഞ്ഞ് തിരുത്താനോ ഒന്നും ആരും ശ്രമിക്കില്ല. അവർ അവരുടെ പോർഷൻസ് എടുത്തു പോവുക അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് CBSEയിലോട്ട് വരുവാണെങ്കിൽ അവരത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇന്നതുപോലെ സംഭവം ഇന്നതാണ്. അപ്പൊ ഇതിങ്ങനെ ചെയ്താൽ മാത്രമാണ് നിനക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്ന രീതിയിലാണ് അവരിങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മൾ കേരള സ്റ്റേറ്റിൽ വരുന്ന കുട്ടികളുടെ ആ ഒരു സിലബസ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ടും വളരെയേറെ ഡിഫിക്കൽട്ടാണ്. എന്നുവെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് അവരത് എടുത്തിങ്ങനെ പറയത്തേ ഉള്ളൂ. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഇത് സൈലന്റ് വേർഡ്സ് ആണ്. ഇത് ഹോമോഫോൺസിന്റെ ഇത്രയും മീനിങ് വരുന്നുണ്ടെന്നൊന്നും കുട്ടികൾക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ ഞാനിപ്പോ ഡിഫറൻസ് ഇങ്ങനെ എടുത്തു പറയാനായിട്ടില്ല. കാരണം ഞാനിപ്പോ ട്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് CBSE ഉണ്ട്, കേരള സിലബസും ഉണ്ട്. അപ്പൊ CBSEയിലെ ഒരു കുട്ടിയാണെങ്കിൽ അതിന് അത്യാവശ്യം വായിക്കാൻ അറിയത്തില്ല. UKG ആയിട്ടേ ഉള്ളൂ. പക്ഷെ അതിന് വായിക്കാൻ അത്ര അറിയത്തില്ലെങ്കിലും അതിന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും ഇപ്പൊ ഒരു സ്പെല്ലിംഗ് പറയാൻ പറഞ്ഞാൽ അതിന് നമ്മൾ മലയാളം പറഞ്ഞില്ല സ്പെല്ലിംഗ് നമ്മൾ എങ്ങനെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പെന്നിന്റെ സ്പെല്ലിംഗ് പ്രൊണൗൺസിയേഷൻ വരുമ്പോഴത്തേക്ക് പാ വരുമ്പോഴത്തേക്കും ഇംഗ്ലീഷിൽ ഏത് അക്ഷരാ വരുന്നത് എന്നുള്ളത് ആ കുട്ടി കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പി ആണ് വരുന്നത് എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ കേരള സിലബസിലെ ആ കുട്ടീനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ അതിനത് മനസ്സിലാവുന്നില്ല. അത് പറയുന്നത് ഏതക്ഷരമാ എനിക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ കുട്ടികള് സ്കൂളിലെ ടീച്ചേഴ്സ്മാരൊക്കെ ഇങ്ങനെ അവർക്ക് അത് ഡീറ്റെയിലായിട്ട് പറഞ്ഞു കൊടുക്കത്തില്ല എന്താ ഏതാന്നൊക്കെ. അപ്പൊ ഈ ഡിഫറൻസ് അത്രത്തോടെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ CBSE കുറച്ച് കൂടുതലായിട്ട് അവർ നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള കെയറിങ്ങും കുട്ടികൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ സിലബസ് ആണെങ്കിൽ അവർക്ക് അത്രത്തോളം പറ്റുന്നില്ല. അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാനാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ അത് ശ്രദ്ധിച്ചാലാണ് കുട്ടികൾക്ക് അത് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ കുട്ടികളെ വെറുതെ വഴക്ക് പറഞ്ഞ് ഇവർക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ടീച്ചർമാർ തന്നെ അങ്ങനെയാണ്. കാരണം സ്കൂളിലൊക്കെ എന്തോ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കത്തില്ല. അവർ ജസ്റ്റ് എന്തോന്നോ സിലബസ് അത് എടുത്തങ്ങ് പോവാണ്. അപ്പൊ വായിക്കുമ്പോൾ സ്കൂളിൽ തന്നെ ടീച്ചർമാർ വായിപ്പിക്കണം കുട്ടികളെ. അവര് വായിക്കത്തില്ല. വായിപ്പിച്ച് കുട്ടികൾക്ക് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതെന്തോ വേർഡ്സ് ഒക്കെയാണ്. അപ്പൊ അവർക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ ശീലിച്ചാലാണ് വലുതാകുമ്പോൾ അവർക്ക് വായിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇപ്പഴേ നമ്മളത് തുടങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇത്രയും എടുത്ത് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ഒരു കാര്യം എല്ലാവരിൽ നിന്നും ഷെയർ ചെയ്യണം. എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. ഇനി ആരും ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒന്നും ചെയ്യാനായിട്ട് പോകരുതെന്നുള്ള രീതി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പൊ എടുത്ത് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാനിപ്പോ എടുത്ത് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ഇതുപോലെ കഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഇവർക്ക് ഇരുത്തി അവർക്കും ഇതുപോലെ പഠിക്കാനായിട്ട് വരും. പിന്നെ നമുക്ക് എടുത്തു പറയുന്നുള്ള കാര്യം ഇപ്പൊ അമ്മമാർക്കായാലും ഇതിന്റെ ട്രാൻസ്ലേഷൻ എന്തുവാണെന്ന് ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു വേർഡ് വന്നു. അത് മനസ്സിലാവുന്നില്ല എങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ് സപ്പോസ് നമുക്കറിയാം കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നില്ല എങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അതില് വേർഡ് ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ പ്രൊനൗൺസിയേഷൻ വരും. അപ്പൊ അത് അവരെ കേൾപ്പിച്ചു കൊടുക്കുക. അപ്പൊ കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അതേപോലെ തന്നെ പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പറ്റും നല്ലപോലെ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ബിക്കോസോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായി നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ബിക്കോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കുട്ടികൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്തിട്ട് മതി. അപ്പൊ അവരത് കേട്ട് അങ്ങനെയായിരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ പഠിക്കാനായിട്ടുള്ള ഈസി മെത്തേഡ്. നിങ്ങൾ ഈ ഒരു മെത്തേഡും കൂടെ ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. ഇത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്തേക്കുക. ഓക്കെ. സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ നമുക്ക് എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം, ക്ലാസ് ആയിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. സീ യു.